മോഷണത്തിനിടെ മിഠായി ഭരണികൾ പോലും കൈക്കലാക്കി സ്ഥലം വിട്ട മോഷ്ടാവ് തകർത്ത വിധവയുടെ ജീവിതത്തിന് അർത്ഥം നൽകി ചേർത്തുപിടിച്ച് ബോച്ചെ എന്ന മനുഷ്യസ്നേഹി ഒരിക്കൽ കൂടി നന്മയുള്ളവരുടെ കണ്ണു നനയിച്ചു. നിർധനരായ ഒരു കുടുംബത്തിന്റെ ആകെയുള്ള വരുമാന സ്രോതസ്സായ പെട്ടിക്കട കള്ളൻ മോഷ്ടിച്ചപ്പോൾ തകർന്നുപോയ പന്തളം തുമ്പമൺ അമ്പലക്കടവ് സ്വദേശിനി മല്ലികയ്ക്ക് ഉപജീവനമാർഗം നൽകിയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന ബോച്ചെ മധ്യ തിരുവിതാംകൂറുകാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത്. ചായ കുടിക്കൂ കോടീശ്വരനാകൂ എന്ന മുദ്രാവാക്യമുയർത്തി ബോച്ചെ ടീയുടെ ആദ്യത്തെ സൗജന്യ ഫ്രാഞ്ചൈസി മല്ലികയ്ക്ക് നൽകിയാണ് വീട്ടമ്മയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതെന്ന് ബോച്ചെ പറഞ്ഞു. ബോച്ചെ ടീ ലക്കി ഡ്രോ ബിസിനസ്സാണ്. ഇവിടെ മല്ലിക സഹോദരിയുടെ കട കള്ളന്മാര് പൊളിച്ച് ഇതിലുള്ള പൈസയും മുതലും നാരങ്ങ മിഠായി അടക്കം എടുത്തുകൊണ്ടുപോയി. ഒന്നുമില്ലാതെ വഴിയാധാരായിട്ട് നിൽക്കുക കരയുന്ന ഒരു സീൻ ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാനിടയായി. അങ്ങനെയാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നമ്മളത് ഇടപെടുകയും ആൾക്ക് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഇട്ടുകൊടുക്കുകയാണ് ആദ്യത്തെ. അപ്പോൾ അതിനുള്ള ചായപ്പൊടിയൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഉപജീവന മാർഗമായി മാറും എന്ന് വിശ്വസിക്കുന്നു. ദൈവം തന്റെ വേദന മനസ്സിലാക്കി ദൈവതുല്യമായിട്ടാണ് ബോച്ചെ വന്നതെന്ന് നിറകണ്ണുകളോടെ ബോച്ചയെ ചേർത്തുപിടിച്ച് മല്ലികയും പറഞ്ഞു. ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിക്കുന്ന എൻ്റെ തമ്പുരാന് തുല്യം ബോച്ചെ സാർ ഇവിടെ വരാനും ഇങ്ങനെ ഒരു ഇത് എനിക്ക് തരാനും മനസ്സ് തോന്നിയതിലും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇങ്ങനെയുള്ള എൻ്റെ കട ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ബോച്ചെ പാർട്ട്ണർ എന്ന ഫ്രാഞ്ചൈസിയിൽ നിന്നും 40 രൂപയ്ക്ക് ബോച്ചെ ടീ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ലക്കി ഡ്രോ ടിക്കറ്റ് നറുക്കെടുത്ത് ദിവസവും 10 ലക്ഷം രൂപയും മറ്റ് അനുബന്ധ സമ്മാനങ്ങളും നൽകാറുണ്ടെന്ന് ബോച്ചെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതത്തിൽ നിന്നാണ് ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേന സഹായങ്ങൾ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ആനി, PRO ജോജി, പ്രസിഡന്റ് ബിനീഷ് തോമസ്, സെക്രട്ടറി അനി ഹനീഫ്, സാംസൺ KJ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.